എല്ലാവർക്കും മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ ദിവസം നമുക്ക് കുഞ്ഞിൻ്റെ അംഗനവാടിയിൽ ഓണ സെലിബ്രേഷനാണ് കേട്ടോ. അപ്പോൾ രാവിലെ ഞാൻ എണീറ്റിട്ടുണ്ട്. അപ്പോൾ കുറച്ച് പരിപാടിയൊക്കെ ചെയ്യാനുണ്ടായിരുന്നു, അതൊക്കെ കഴിഞ്ഞു. ഇനിയിപ്പോൾ കുഞ്ഞിനെ വിളിച്ചേൽപ്പിക്കണം കേട്ടോ. അപ്പോൾ ആൾ നല്ല ഉറക്കമാണ്. ഇന്നലെ നല്ല താമസിച്ചാണ് കിടന്നത് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് അവളിന്ന് ഇതുവരെ എണീറ്റിട്ടില്ല. അപ്പോൾ ഞാൻ അവൾക്ക് കൊണ്ടുപോകാനുള്ള സാധനങ്ങളൊക്കെ എടുത്ത് വെക്കുന്നുണ്ട് കേട്ടോ. ഇപ്പം അഥവാ മഴയാണെങ്കിലെന്ന് വിചാരിച്ച് ഞാനൊരു കോട്ട് എടുത്തിട്ടുണ്ട്. കുട ചൂടിക്കൊണ്ട് അങ്ങനെ വഴി കൂടെ നടക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് കേട്ടോ. എന്നുവെച്ചാൽ വണ്ടിയൊക്കെ വന്നു കഴിഞ്ഞാലേ കയ്യെ പിടിക്കാനൊക്കെ എനിക്കും പാടാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ കോട്ടാണ് കേട്ടോ എടുത്തേക്കുന്നത്. അപ്പോൾ ആൾ നല്ല ഉറക്കമാണ്. ഇനിയിപ്പോൾ ഞാൻ വിളിച്ചേൽപ്പിച്ച് റെഡിയാക്കണേ. അപ്പോൾ ഞങ്ങൾ റെഡി ആയിട്ടുണ്ട്. ഇതാണ് കേട്ടോ കുഞ്ഞിൻ്റെ ഔട്ട്ഫിറ്റ്. അപ്പോൾ ഇന്നലെ രാത്രി ഞങ്ങൾ പോയി വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഉടുപ്പൊക്കെ. അപ്പോൾ കാലാവസ്ഥ ഭയങ്കര മോശമായിരുന്നു കേട്ടോ. മഴയാണ്, നല്ല മഴയാണ്. അപ്പോൾ ഇച്ചിരി ഒന്ന് മഴ തോർന്നിട്ട് ഇറങ്ങാമെന്ന് വിചാരിച്ചു. കാരണം ഞങ്ങളോട് സാരി ഉടുക്കണമെന്നാണ് കേട്ടോ പറഞ്ഞിരുന്നത്. പറ്റുന്നവരൊക്കെ സെറ്റ് സാരി ഉടുക്കാമെന്നാണ് പറഞ്ഞത്. അപ്പോൾ ഞാനും ഷാലുവൊക്കെ സെറ്റ് സാരിയാണ് കേട്ടോ. അപ്പം ഷാലു റെഡി ആയിക്കൊണ്ടിരിക്കുന്നു. മഴയാണല്ലോ, അപ്പോൾ മഴയൊക്കെ ഒന്ന് തോർന്നിട്ട് പതിയെ ഇറങ്ങി പോകാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തിട്ട് ഞങ്ങൾ പതിയെ ഇറങ്ങി കേട്ടോ. ഇപ്പോഴത്തേക്കും മഴയൊക്കെ അങ്ങ് മാറിയേ, വെയിലൊക്കെ തെളിഞ്ഞ് വരുന്നുണ്ട്. പിന്നെ വഴിയിൽ കൂടെ നടന്നു പോവാണ് കേട്ടോ. അപ്പോൾ ഞാൻ ബാഗിനകത്ത് വെള്ളമൊക്കെ അവിടെ ഉണ്ട്, എന്നാലും ഞാൻ കുറച്ച് വെള്ളം എടുത്തിട്ടുണ്ട്. പിന്നെ ഈ പറഞ്ഞ പോലെ കോട്ടൊക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ കൈ പിടിച്ചുകൊണ്ട് പോകണ്ടല്ലോ, പിന്നെ കുടയും എടുത്തിട്ടുണ്ട്. അപ്പോൾ അത് ബാഗിലിടാമല്ലോ എന്ന് വിചാരിച്ച് അങ്ങനെ അങ്ങ് പോവാണ് കേട്ടോ. അപ്പോൾ നമ്മൾ അംഗനവാടി വന്നിട്ടുണ്ട്. ഇപ്പോൾ റോഡ് ക്രോസ് ചെയ്യണം. തുരുതുരാന്ന് വണ്ടി വന്നുകൊണ്ടേ ഇരിക്കുമായിരുന്നു കേട്ടോ. പിന്നെ ഭയങ്കര തിരക്കുള്ള സമയമായിരുന്നു. പിന്നെ നമ്മൾ അംഗനവാടി വന്നു. അംഗനവാടി ചെന്ന് കഴിഞ്ഞപ്പോൾ പിന്നെ മാവേലി ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാനാണ് മാവേലിക്ക് മേക്കപ്പ് ചെയ്യുന്നത് കേട്ടോ. അപ്പം ആദ്യം ഞങ്ങൾ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. അതാണ് മാവേലിയുടെ അമ്മയാണ് കേട്ടോ. അത് കഴിഞ്ഞ് ആദ്യം ഇത് ആ പുറകെ നിൽക്കുന്ന മോനായിരുന്നു കേട്ടോ മാവേലിയായിട്ട് റെഡി ആയിക്കൊണ്ടിരുന്നത് ഞങ്ങൾ ചെന്ന സമയത്തെ. അപ്പോൾ ഇവനെ ഡ്രസ്സൊക്കെ ഇടിക്കാറായപ്പോൾ കുഞ്ഞ് ഭയങ്കര വഴക്കായിരുന്നേ, മാവേലി ആവണ്ടെന്നൊക്കെ പറഞ്ഞ്. പിന്നെ അന്നേരം ആളുടെ ചേച്ചി ഉള്ളതുകൊണ്ട് ഞങ്ങൾ പറഞ്ഞാൽ ആ മോളെ റെഡിയാക്കാമെന്ന് പറഞ്ഞാൽ അങ്ങനെ ഞങ്ങൾ ആ മോളെ റെഡിയാക്കി കേട്ടോ. അന്നേരം അങ്ങനെ മാവേലി റെഡി ആയിക്കൊണ്ടിരുന്നു. പിന്നെ പുറത്താണെങ്കിൽ ആൾക്കാർ പൂക്കളൊക്കെ ഇടുന്നുണ്ടായിരുന്നു കേട്ടോ. അത് മാവേലിയുടെ ഫുൾ മേക്കപ്പൊക്കെ കഴിഞ്ഞ് മാവേലിയുടെ ഫോട്ടോയും വീഡിയോസൊക്കെ എടുത്ത് കേട്ടോ. ഇതാണ് മാവേലി. പേര് ചോദിക്കാൻ ഞാൻ മറന്നു പോയിട്ടോ. എല്ലാവരും കൂടി പൂക്കളമൊക്കെ ഇടുന്നുണ്ട് കേട്ടോ. പിന്നെ മഴയുണ്ടായിരുന്നേ, ചാറ്റൽ മഴയുണ്ടായിരുന്നു. അങ്ങനെയൊക്കെ ആയതുകൊണ്ട് കാലാവസ്ഥ മോശമായിരുന്നു. പിന്നെ അംഗനവാടിക്ക് അകത്ത് തന്നെയായിരുന്നു കേട്ടോ പരിപാടിയൊക്കെ. പിന്നെ പാട്ടൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു, പിള്ളേരൊക്കെ ഡാൻസ് കളിക്കുന്നൊക്കെ ഉണ്ടായിരുന്നേ. അങ്ങനെ നല്ലൊരു അടിപൊളി ഓണമായിരുന്നു കേട്ടോ. കാരണം ഒരുപാട് നാളുകൾക്ക് ശേഷം ഇങ്ങനെ ഒരു ഓണം ആഘോഷിക്കുന്നത്. കാരണം പഠിച്ചുകൊണ്ടിരുന്ന ഒരു ടൈമിലൊക്കെ ആണല്ലോ നമ്മൾ ഓണം ആഘോഷിച്ചുകൊണ്ടിരുന്നത്. പഠിത്തമൊക്കെ കഴിഞ്ഞ് പിന്നെ വീട്ടിലിരിക്കുന്ന സമയത്ത് നമുക്ക് അങ്ങനെ സെലിബ്രേഷനോ കാര്യങ്ങളോ ഒന്നും ഇല്ലല്ലോ. ഇത് നമ്മുടെ മെമ്പറും പിന്നെ അംഗനവാടിയുടെ കമ്മിറ്റി ഇതൊക്കെ ഉണ്ടല്ലോ, PTA പോലെ അങ്ങനെയുള്ള മെമ്പേഴ്സും ഒക്കെയാണ് കേട്ടോ. അപ്പോൾ അവരെല്ലാവരും കൂടി നിൽക്കുന്ന ഫോട്ടോസൊക്കെ എടുത്തു. പിന്നെ നമുക്ക് സുന്ദരിക്ക് പൊട്ടുകുത്തുന്ന പരിപാടി ഉണ്ടായിരുന്നു കേട്ടോ. അതിനെല്ലാവരും പാർട്ടിസിപ്പേറ്റ് ചെയ്യിപ്പിച്ചു കേട്ടോ. അപ്പോൾ അതിൽ ഫസ്റ്റ് പ്രൈസ് മീനുവിനാണ്, നമ്മുടെ മാവേലിയുടെ അമ്മയായിരുന്നു കേട്ടോ. സെക്കൻഡ് പ്രൈസ് എനിക്കും. അതുപോലെ തന്നെ ബോൾ പാസിങ് ഉണ്ടായിരുന്നു. നല്ല രസം ഉണ്ടായിരുന്നു കേട്ടോ. എല്ലാവരും പാർട്ടിസിപ്പേറ്റ് ചെയ്തുകൊണ്ട് നല്ല രസമുണ്ടായിരുന്നു. കളികളും ചിരികളും ഒക്കെ ആയിട്ട് നല്ല അടിപൊളിയൊരു ഓണ സെലിബ്രേഷൻ ആയിരുന്നു കേട്ടോ. ജീവിതത്തിൽ ഒരുപാട് നാളുകൾക്ക് ശേഷമാണ് ഇങ്ങനെയൊരു ഓണം നമ്മൾ സെലിബ്രേറ്റ് ചെയ്യുന്നത് കേട്ടോ. സുന്ദരിക്ക് പൊട്ടുകുത്തിന് മിന്നൂസിന് വലിയ കുഴപ്പമില്ലാതെ കളിച്ച് നടക്കുന്നുണ്ടായിരുന്നു കേട്ടോ. ഇടയ്ക്കൊക്കെ ചിണുക്കം ഉണ്ടായിരുന്നേ. പിന്നെ നമ്മുടെ ബോൾ പാസിങ്ങിൻ്റെ ടൈമായി. ഞങ്ങൾ 3 പേര് ലാസ്റ്റ് വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും വഴക്കായിരുന്നു കേട്ടോ. ആ ഒരു ടൈമിൽ കറക്റ്റ് അവൾ എൻ്റെ അടുത്ത് വന്ന് എന്തോ പറഞ്ഞ് കരഞ്ഞു കേട്ടോ. അന്നേരത്തേക്കും ഞാൻ ഔട്ടായി. പിന്നെ അവളെ എടുത്തോണ്ട് ഞാൻ പോയി കേട്ടോ. ഭയങ്കര കരച്ചിലായിരുന്നു. എന്തോ കളിക്കാനായിട്ട് എന്തോ കിട്ടിയില്ലെന്നും പറഞ്ഞ് എന്തോ പരാതിയായിരുന്നു കേട്ടോ. എന്തായാലും അതൊക്കെ എടുത്തു കൊടുത്തേച്ച് പിന്നെ നമ്മൾ ഓണസദ്യ കഴിക്കാനായിട്ട് പോയിട്ടോ. അപ്പോൾ പിള്ളേർക്കാണ് ആദ്യം നമ്മൾ സദ്യ കൊടുക്കുന്നത്. പിള്ളേരൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ടാണ് നമ്മൾ പിന്നെ അമ്മമാരൊക്കെ കഴിക്കാനിരിക്കുന്നത് കേട്ടോ. അപ്പോൾ എല്ലാവരും കുറേശ്ശെയൊക്കെ കഴിച്ചു കേട്ടോ. പിന്നെ അമ്മമാരൊക്കെ ഉള്ളതുകൊണ്ട് പിള്ളേർക്ക് പൊതുവേ കഴിക്കാൻ ഭയങ്കര മടിയായിരുന്നേ. അല്ലെങ്കിൽ ഇവർ തന്നെ വാരി കഴിക്കുന്ന പിള്ളേരല്ലേ. ഇപ്പം വീട്ടുകാരും കൂടെ ഇരിക്കുമ്പോൾ അവർക്കൊരു ബുദ്ധിമുട്ടായിരുന്നു. അമ്മമാർ വാരി കൊടുക്കണം, അങ്ങനെയൊക്കെ ഒരു ഇതായിരുന്നേ. സമ്മാനദാനമൊക്കെ കഴിഞ്ഞിട്ടാണ് കേട്ടോ നമ്മൾ കഴിക്കാനൊക്കെ ആയിട്ട് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ ബോൾ പാസിങ്ങിൻ്റെ ഫസ്റ്റും സെക്കൻഡും പ്രൈസ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെയായിരുന്നു കേട്ടോ ഈ വർഷത്തെ ഞങ്ങളുടെ ഓണം സെലിബ്രേഷനെ. എല്ലാവരും ഓണമൊക്കെ ആഘോഷിച്ചോ? എങ്ങനെ ഉണ്ടായിരുന്നു സെലിബ്രേഷൻസൊക്കെ? അപ്പോൾ എൻ്റെ ഈ വീഡിയോസ് ഇഷ്ടപ്പെട്ടവരെല്ലാവരും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. എല്ലാവർക്കും എൻ്റെയും എൻ്റെ ഫാമിലിയുടെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ.